ചെകുത്താൻ എന്ന വിളിപ്പേരുള്ള യൂട്യൂബർ അജു അലക്സിനെ കഴിഞ്ഞ ദിവസം ഇടപ്പള്ളിയിൽ വെച്ച് ഒരു സംഘം ആളുകൾ മർദ്ദിച്ചു. നീ മോഹൻലാലിനെതിരെ വീഡിയോ ഇടുന്ന ആളുകളല്ലേ അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു മർദ്ദനം. എന്താ ഷാജി, ഞാൻ ഒരു കാര്യം പറയട്ടെ. പറഞ്ഞു. നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു സുഖം, നമുക്ക് ആരെയും കളിപ്പിക്കാൻ വേണ്ടല്ല. എന്തോ ഒരു ഇവിടുന്ന് കരിച്ചിങ്ങനെ വരും. മറ്റു കാരണങ്ങളൊന്നുമില്ല. ഈ പല കാര്യങ്ങൾ പറഞ്ഞ് ആക്രോശിച്ചായിരുന്നു മർദ്ദനം ഉണ്ടായത്. അജു, എന്താ ശരിക്കും സംഭവിച്ചതെന്ന്? നമ്മള് ടോൾ തട്ടുകടയില്ലേ ഇടപ്പള്ളിയില്, അവിടുന്ന് കഴിച്ചിട്ട് ഇറങ്ങുക. ആണോ? അപ്പൊ എല്ലാരും നന്നായിട്ട് ഭക്ഷണം കഴിച്ചു? കഴിച്ചതല്ല, കഴിപ്പിച്ചു. അതല്ലേ. ഒരുത്തം വന്നിട്ട് എന്റെ അടുത്തോട്ട് വരുന്നു. നീ അല്ലേ ചെറുതാനല്ലേ, അവാ നമുക്കൊരു സിഗരറ്റ് വലിക്കാം. അല്ല, എത്ര നാളായി കണ്ടിട്ട്. ഞാൻ എന്ത് വേണോ ചെയ്യാ, എന്നെ ഇവിടെ വെച്ച് ഇടിച്ച് നാറ്റിക്കരുത്. നീ മോഹൻലാലിനെതിരെ വീഡിയോ എടുത്തില്ലേ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ പിച്ചൊന്നൊക്കെ ഉണ്ട്. അപ്പോഴേ എനിക്ക് എന്തോ ഒരു പ്രശ്നം പോലെ തോന്നി. എന്തോ ഉടക്കുണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്നത്. ഇവന്റെ കൂട്ടുകാർ അവിടെ ഇടയ്ക്ക് നിൽക്കുന്നത്. ഏടാ ഇവൻ ഇവിടെ വന്നു, ഇങ്ങനെ വാന്നൊക്കെ പറഞ്ഞു. 1-2 പേര് വന്നു. അപ്പത്തിന് ഇവന്മാരുടെ ഒരു ഇത് കണ്ടപ്പോൾ എന്തോ പ്രശ്നമുള്ള പോലെ എനിക്ക് തോന്നി. ഞാൻ എന്നെ നടന്ന് ആ കടയിലോട്ടം കയറുകയാണെങ്കിൽ ആ കുഴപ്പം ഒഴിവാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കയറിയപ്പോൾ ഈ ഫുട്പാത്തിൽ നിന്ന് കയറി അങ്ങോട്ട് വരുമ്പോൾ ഇവൻ എവിടെ നിന്നാ വന്നതെന്ന് എനിക്കറിയത്തില്ല. അവൻ വന്ന് എനിക്കിട്ട് ഒറ്റ ഇടി. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടിയമാതിരി ഒരുമിച്ചല്ല കടിച്ചു പറിക്കണത്. ഇവിടെ ഇട്ട് ഞാൻ ഹെൽമെറ്റ് വെച്ചേക്കുന്നതുകൊണ്ട് ഇവിടെയും കൂടെ ചേർത്താണ് അത് കിട്ടിയത്. അല്ലെങ്കിൽ അത് തലക്കിട്ട് അവൻ ഇടിക്കുന്നേ. തീപ്പന്തലിരുന്ന രാജ് ബോസ് ആരാധകരെ കണ്ട എനിക്ക് ജലദോഷമുള്ള ശരണമയ്യപ്പ. അപ്പൊ ഞാൻ പോയി അഡ്മിറ്റ് ആയി. എനിക്ക് ഇത് ഉള്ളതുകൊണ്ട് അവർ അഡ്മിറ്റ് ആയിക്കോളാനും പറഞ്ഞു പോലീസുകാർ. ഇനിയിപ്പൊ നീ പെട്ടെന്ന് തിരിച്ചു വന്നിട്ട് ഇവിടെ ഒന്നും ചെയ്യാനില്ല. പതുക്കെ റെസ്റ്റൊക്കെ എടുത്തിട്ട് നടന്നു വന്നാ മതി. ഇനിയിപ്പോ വരുന്ന വഴിക്ക് പാണ്ടിലൂറി അടിച്ച് നീ ചത്താലും എനിക്കൊരു വിഷമമില്ലടാ. അപ്പൊ ഞാൻ പോയി അഡ്മിറ്റ് ആകാനായിട്ട് അവിടെ ചെല്ലുമ്പോ ഇവന്മാര് നമ്മളെ ഫോളോ ചെയ്ത് അവിടെ ഉണ്ട്. അവിടെ വന്ന് അവിടെ കിടന്നുകൊണ്ട് ഭയങ്കര കച്ചറ ഇവരെല്ലാം. ഞാൻ നിന്റെ തന്ത, ഇവരൊക്കെ നിന്റെ മറ്റു തന്തമാര്. എല്ലാ സത്യവും ഇപ്പൊ തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഇവിടെ നിന്റെ ചുട്ട് കരിക്കൂടാ. ഇതെല്ലാം ഉറപ്പായിട്ട് ഏതോ തൂഫാൻ കേസാ. ഈസി ആയല്ലോ. അപ്പൊ എല്ലാം ഈസി ആയല്ലോ. അത് ഇവര് നോർമൽ അല്ല, വളരെ അബ്നോർമൽ ബിഹേവിയർ. അവന് പറയുന്ന ഒന്നും കിട്ടുന്നില്ല, തോന്നിയ പോലെ വർത്താനം പറയുക. ചുമ്മാ അല്ലേ ഈ പബ്ലിക് പ്ലേസ് വെച്ച് ഇത്രയും വയലന്റ് ആയിട്ടൊന്നും ആരെയും ഉപദ്രവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ തൂഫാൻ വാര്യർ മോഹൻലാലിന്റെ ആരാധകൻ തൂഫാനായിട്ട് വന്ന സീനേത്. വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ. അടുത്തൊന്നും അങ്ങനെ മോഹൻലാലിനെ വിമർശിച്ച് വീഡിയോസ് ഒന്നും ചെയ്തില്ല അല്ലെ? കാലത്തൊന്നും അങ്ങനത്തെ വീഡിയോസ് ഒന്നും ഇല്ല. മോഹൻലാലിനെതിരെയൊക്കെ നടത്തുമ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പലപ്പോഴും അജുവിനെതിരെ ആക്രമണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. നേരിട്ടുള്ളത് ആദ്യമായിട്ടാണോ? ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. പക്ഷെ ഇതുവരെ അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇങ്ങനത്തെ ആരാധകരോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നിട്ട് ഇവൻ കയ്യിലാണ് ഉണ്ടാവുന്ന എനിക്ക് ഉണ്ട്. അവൻ എന്തോ കൂട്ടിച്ചേർത്ത് അടിച്ചേക്കും. എന്നിട്ട് അവനെ എടുത്ത് ഇവിടെ വെക്കുന്നു. റോഡിൽ നിന്ന് കാണിക്കുന്ന വേലകളാ. ആരാധകർ എന്നൊക്കെ പറയുമ്പോ ഇത് പ്രതീക്ഷിക്കാനും പറ്റും. ഇതിൽ കൂടുതൽ ഒരു സ്ഥിരതയോ അല്ലെങ്കിൽ മാനസികമായ ഒരു പക്വതയൊന്നും ഇവർക്ക് ഉണ്ടാകത്തില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അക്രമം നടക്കും. ഇനി